എല്ലാവർക്കും നമസ്കാരം. ജാൽജിൻ ഡേവിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് എല്ലാം അറിയിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ ആ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇതാണ് ഇവിടുത്തെ ആപ്പിൾ സ്റ്റോർ. ഇതിന്റെ തിരക്കുണ്ട്, എന്തോരം ആൾക്കാർ ഇവിടെ നിൽക്കണമെന്നൊക്കെ പുറത്ത് ക്യൂ ആയിട്ട് നിൽക്കണുണ്ടോ. അതിനകത്ത് കയറാനായിട്ട് ക്യൂ നിന്നാലും അതിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടുവാണെങ്കിൽ ഇതിനകത്ത് കയറാനായിട്ട്, അല്ലെങ്കിൽ അവർ കയറില്ല. ഭയങ്കര ഇതിന്റെ കോവിഡിന്റെ കാര്യമുള്ളതുകൊണ്ട് അവർ ഭയങ്കര സെക്യൂരിറ്റി ഭയങ്കര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഭയങ്കര പ്രൊട്ടക്ഷൻ, ഹെൽത്ത് ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും മാസ്ക് ഇടണം, എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ പല കളേഴ്സ് ഉണ്ട്. ഇതുണ്ട്, ഗ്രേ ഉണ്ട്, സിൽവർ ഉണ്ട്, പിന്നെ അതിനകത്തൊരു ഗോൾഡ് ഉണ്ട്. അപ്പം ഞങ്ങൾ എന്താണെങ്കിലും സിൽവർ സെലക്ട് ചെയ്യുന്നുണ്ട്. സിൽവർ. നമ്മൾ ആപ്പിൾ എയർ വാങ്ങിയിട്ട് പോവാണ്. സംഭവം കിട്ടി. ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് അൺബോക്സ് ചെയ്യണം. ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് മാക്ബുക്കിന്റെ എയർ ആണ്. മാക്ബുക്ക് എയർ ആണ് ഇപ്രാവശ്യം വാങ്ങിയ ലാപ്ടോപ്പ്. അപ്പൊ ഇതാണ് ഇന്നത്തെ അൺബോക്സിങ്. ഇത് നല്ല അടിപൊളി കവറാണ് ഇതിനകത്ത്, കണ്ടില്ലേ? മാക്ബുക്ക് എയർ. ഇതാണ് ഇന്നത്തെ അൺബോക്സിങ് പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം ഇതിനകത്ത് എങ്ങനെയാന്നുള്ളത്. ഇത് 2020 പുതിയ മോഡലാണിത്. അപ്പൊ ഇത് പണ്ടത്തെ മോഡൽസിനെക്കാട്ടും ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷെ റിസർച്ച് ചെയ്തപ്പം അതിനകത്ത് പണ്ടത്തെ മോഡലിനെക്കാട്ടും നല്ല ഫാസ്റ്റ് ആണ്. നല്ല കുറെ ഡ്രോബാക്സ് ഒക്കെ മാറ്റിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതാണ് ഞാനിത് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇത് 13 ഇഞ്ച് ആണ്. ഇതിന്റെ സ്പെക്സ് ഞാൻ വായിച്ചു തരാം. 13 ഇഞ്ച് മാക്ബുക്ക് എയർ ആണ്. 1.1 GHz ആണ് ഇതിന്റെ. ഇന്റൽ കോർ i3 ആണ് ഇതിനകത്തുള്ളത്. 8 GB മെമ്മറി, 256 GB SSD ആണ്. ഇതിന്റെ ഗ്രാഫിക്സ് കാർഡ് ഇന്റൽ ഐറിസ് പ്ലസ് ഗ്രാഫിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക്, സ്റ്റീരിയോ ഫോൺ, പിന്നെ ടച്ച് ID ഉണ്ട്, മാജിക് കീബോർഡ്. ഇവരുടെ കീബോർഡ് നേരത്തെ കുറച്ച് ഇതുണ്ടായിരുന്നു, കുറച്ചൊരു ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ കീബോർഡ്, അതായത് മാജിക് കീബോർഡ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ആ ഒരു ഡ്രോബാക്ക് അവരത് കവർ ചെയ്തിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ് ടൈം ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രീ ഇൻസ്റ്റാൾ മാക് OS ഉണ്ട്. ഇതിന്റെ വെയിറ്റ് പറയുന്നത് 1.29 kg ആണ് ഇതിന്റെ വെയിറ്റ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സ്പെക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബോക്സ് നല്ല അടിപൊളി ബോക്സ് ആട്ടോ. ഇതിന്റെ മാക്ബുക്ക് എയറിന്റെ ബോക്സ് നല്ല അടിപൊളി, ആപ്പിളിന്റെ നല്ല അടിപൊളി ബോക്സ് ആണ്. നമുക്കൊന്ന് തുറക്കട്ടോ. ഇത് നല്ല തുറക്കട്ടെ. അപ്പൊ ഇതാണ് അതിനകത്ത് നമ്മുടെ ആപ്പിൾ മാക്ബുക്ക് എയർ. ഇനി ഇതിനകത്ത് സംഭവം പുറത്തിറക്കട്ടെ. ഓ, ഇതാണ് നമ്മുടെ മാക്ബുക്ക് എയർ. വേണ്ട, നല്ല നല്ല കവറിംഗ് ആണ് വരുന്നത്. നല്ല പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഒക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. നല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 1.29 കിലോഗ്രാം ഉണ്ടെന്ന് നമ്മൾ പറയില്ല, അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര സ്ലീക്ക് ആണ് ഇതിന്റെ ഡിസൈൻ. കണ്ടോ, ഇത് ഈ കവറൊക്കെ ഒന്ന് തുറക്കട്ടെ എന്താണെങ്കിൽ. ഇതിപ്പോ കവറും കൂടെ തുറന്നപ്പോ കുറെ കൂടെ സ്ലീക്ക് ആയ പോലെ. അതൊക്കെ ഭയങ്കര തിന്നായിട്ട്, ഈ സൈഡിൽ തിൻ കേട്ടോ, വളരെ തിന്നായിട്ട് വളരെ കോമ്പാക്ട് ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. 13 ഇഞ്ചാണ്, 13.3 ഇഞ്ചാണ് ഇതിന്റെ സ്ക്രീൻ ലെങ്ത്. എന്താണെങ്കിലും നല്ലൊരു ലോഗോ, ആപ്പിളിന്റെ ലോഗോ ഇവിടെ കണ്ടോ, നല്ല അടിപൊളി ലോഗോ. ഇതിന്റെ കൂടെ വരുന്നത് ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, ചാർജിങ് കേബിള്. പിന്നെ അതിന്റെ ഒരു ബ്രൗഷർ ഉണ്ട്. പിന്നെ അതിന്റെ ചാർജിങ് ഒരു ചാർജിങ് പിന്നുണ്ട്. പിന്നെ അതിൽ വരുന്നത് അത് മാത്രമേ ഉള്ളൂ ബോക്സ്. പിന്നെ അതുണ്ട്, അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോക്സ് ഒക്കെ ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ ഈ 3 പ്രോഡക്റ്റാണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് തുറക്കാം എന്താണെങ്കിലും. അതാണ് ഐറ്റം. ഇതിന്റെ കവറും കൂടെ എടുത്തത് അതാണ് നമ്മുടെ ആപ്പിൾ. തുറന്നു വരുന്നുള്ളത്.
അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നു. ഫസ്റ്റായിട്ട് തുറന്നില്ല, അപ്പം അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഒറ്റ കയ്യിൽ നമുക്ക് ഈസി ആയിട്ട് ഭയങ്കര സ്ലീക്കാണ്. തുറന്നു വരുന്നുള്ളൂ. വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ലാംഗ്വേജ് സെറ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ള സെറ്റപ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്യണം. എന്താണെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റും നല്ല കോമ്പാക്റ്റും ആണത്. വർത്താനം പറഞ്ഞോളൂ. ഇനി നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ബാക്കിയുടെ സെറ്റിങ്സ് ചെയ്ത് പോയിട്ട് വേണം അതൊന്ന് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയും. ഞാൻ ആദ്യമായിട്ടാണ് ലാപ്ടോപ്പ് ആപ്പിളിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഇതിന്റെ ഇപ്പോഴത്തെ പല വേർഷൻസ് ഉണ്ട്. ഇതിനകത്ത് i3 ഉണ്ട്, i5 ഉണ്ട്, i7 ഉണ്ട് പ്രോസസ്സേഴ്സ്. അതിനകത്ത് നമ്മുടെ SD കാർഡ് പല വേർഷൻസ് ഉണ്ട്, 256 ഉണ്ട്, 512, അങ്ങനെ പല വേർഷൻസ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കളേഴ്സ് വരുന്ന സിൽവർ ഉണ്ട്, പിന്നെ ഒരു ഗ്രേ ഉണ്ട്, പിന്നെ ഒരു റോസ് ഗോൾഡ് പറഞ്ഞ കളർ ഉണ്ട്. അപ്പൊ അങ്ങനെ 3 കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് പുതിയ വേർഷൻസിന്. ഇപ്പോൾ മാക്ബുക്ക് എയറിനാണെങ്കിലും പ്രോനാണെങ്കിലും ഈ കളേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് പല ഞാൻ പറഞ്ഞില്ല i3, i5, i7, പിന്നെ നമുക്ക് ഏത് കോൺഫിഗറേഷൻ വേണമെങ്കിലും ഇവർക്ക് ഒരു സെലക്ടഡ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ചില ഈ എയറിൽ തന്നെ നമുക്ക് i3 എന്നുള്ള i5 ആക്കാനും പറ്റും, i7 ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അപ്ഗ്രേഡേഷൻ പറ്റും. അതായത് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ബേസ് ആണ് ഞാൻ വാങ്ങിയത്. i3ന്റെ ബേസ് ആണ്, 256ന്റെ GB ഉള്ളതാണ് ബേസ് ആണ് വാങ്ങിയത്. ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ $1599, അതായത് $1600 ഓസ്ട്രേലിയൻ ഡോളേഴ്സിൽ. $100 കൊടുത്താൽ i5 ആക്കാൻ പറ്റുമായിരുന്നു ഇത്. പിന്നെ ഇതിന്റെ അടുത്ത പുതിയ കുറച്ചുകൂടെ മുകളിലേക്കുള്ള നോക്കിയാൽ $2000, $2500 അങ്ങനെ പല റേഞ്ചുള്ളതാണ്. അവരുടെ ആ 3 റേഞ്ചാണ് അതിനകത്തുള്ളത്. പിന്നെ iMac അങ്ങനെ വേറെ വേറെ മുകളിലേക്ക് പോകും. ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ $1600. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം, ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പം i5നെക്കാട്ട് കുറച്ചുകൂടെ നല്ല പ്രോസസ്സറാണ് i3 എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, അധികം ചൂടാവില്ല. നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ആപ്പിളിന്റെ പ്രൊഡക്റ്റ്. പിന്നെ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അപ്പം അതൊരു നല്ലൊരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിത് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതിനകത്ത് പുതിയൊരു മോഡൽ ഇപ്പോൾ വന്നിട്ടുള്ളത്, നമ്മളിത് 13-inch സ്ക്രീനാണ്. ഇനി വന്നിട്ടുള്ള പുതിയ സ്ക്രീൻ 16-inch സ്ക്രീനാണ്. കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടും. പക്ഷേ അതിന്റെ പ്രൈസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടെ വലിയ സ്ക്രീൻ ആയിരിക്കും, 16-inch സ്ക്രീൻ ആയിരിക്കും. പക്ഷെ ഇത് 13-inch. ഇതിന്റെ ഒരു ആവശ്യമാണ് ഇപ്പോൾ എനിക്കുള്ളൂ. നമുക്ക് കാര്യമായിട്ടുള്ള മെയിൽസ് നോക്കാനും നോർമൽ കാര്യങ്ങൾ ചെയ്യാനും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെ പേയ്മെന്റ് പ്ലാൻസ് ഒത്തിരി ഉണ്ട്. നമുക്ക് അങ്ങനെ പേയ്മെന്റ് പ്ലാൻസ് എടുക്കാൻ പറ്റും, പല പേയ്മെന്റ് പ്ലാൻസ്. അതുകൊണ്ടാണ് ഞാൻ പേയ്മെന്റ് പ്ലാനിലാണ് എടുത്തത്. അപ്പൊ നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി നമുക്ക് 24 months അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് കിട്ടും. നോ ഇൻട്രസ്റ്റിലൊക്കെ കിട്ടും. കീബോർഡൊക്കെ നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റ് ആണ് എല്ലാം. പഴയ കീബോർഡിനെക്കാട്ടൊക്കെ നല്ല സ്മൂത്ത് എന്നാണ് അവർ പറയുന്നത്. ഞാനിതുമായിട്ടും ഇതിനു മുമ്പ് ആപ്പിളിലെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അവിടുത്തെ സ്പെഷ്യലിസ്റ്റുകൾ പറഞ്ഞത് അങ്ങനെയാണ്. എല്ലാം പുതിയ 2020-ലെ അവർ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പം അതാണെന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ലൊരു പ്രൊഡക്റ്റ് ആവണം ആപ്പിളിന്റെ ആയതുകൊണ്ട്. ഇതിനകത്ത് നമുക്ക് 2 സ്ലോട്ടാണ് കാണുന്നത്. ഇതുണ്ട്. ഇതിനകത്ത് ഒന്ന് നമ്മുടെ ചാർജിങ് കേബിള് കുത്താനുള്ള ഒരു സ്ലോട്ടും, പിന്നെ മറ്റേത് നമുക്ക് USB അങ്ങനെയുള്ള കുത്താനുള്ള ഒരു സ്ലോട്ടാണ്. പിന്നെ ഇവിടെ ഈ സൈഡിൽ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ഹെഡ്ഫോൺ കുത്താനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അതിന്റെ സ്പീക്കേഴ്സ്, ഇതിന്റെ സ്പീക്കർ സിസ്റ്റംസ് ഇവിടെയാണ്, ഈ സൈഡിലാണ് ഇതിന്റെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഈ ടച്ച് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഈ ടച്ച് കണ്ടു, ഭയങ്കര സെൻസിറ്റീവ് ടച്ചാണ്. പിന്നെ ഇതിനകത്ത് കണ്ടല്ലോ, ഇതിന്റെ ഓൾമോസ്റ്റ് സെറ്റായി. ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കുറെ അവരുടെ ഫങ്ഷൻസും അതിനകത്തുള്ള ആപ്സും, ഇതിനകത്ത് സെറ്റ് ചെയ്ത ആപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ ഇത് എവിടെ ഉണ്ട്, ക്യാമറയാണ് ഇതിനകത്തുള്ള ക്യാമറ. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു നോർമൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, നമ്മുടെ ആപ്പിൾ മാക്ബുക്ക് എയർ അൺബോക്സ് ചെയ്ത വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ തീരെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.